US വെനസ്വേലയെ ആക്രമിച്ചതോടെ ഇറാൻ ഭരണകൂടവും കടുത്ത ആശങ്കയിലായി. പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ തുടർച്ചയായി പരാജയപ്പെടുന്നതിനിടെ മരണസംഖ്യ 17ആയി. സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ പേർ കൊല്ലപ്പെട്ടാൽ ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് ആവർത്തിച്ചു. സാഹചര്യം വഷളാകുന്നതിനിടെ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരണം. മിഥുന്, ഇന്ത്യൻ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇറാനിൽ ആഭ്യന്തര സംഘർഷത്തിന് ഒട്ടും അയവില്ല. അയത്തുള്ള ഖൊമേനി രാജ്യം വിട്ടുപോകാൻ ശ്രമം നടത്തുന്നുവെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. കാര്യങ്ങൾ അത്ര ശുഭകരമല്ല അവിടെ. ഇജിത്ത് തീർച്ചയായും എന്തായാലും ഒരു അട്ടിമറി സാധ്യത തള്ളാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഖമനേയി ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ രാജ്യം വിട്ടു പോയാൽ അത് ഒരു അട്ടിമറി സാധ്യതകൾക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ സംയോജിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ US-ൻ്റെ നടപടി അതുകൂടി ഇവർ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഇറാനിലും ഉണ്ടായാൽ അത് കനത്ത തിരിച്ചടിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു നിഗമനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ ഇപ്പോൾ റഷ്യയിലേക്ക് കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു പലായനം ഉടൻ തന്നെ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധി അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധിയൊക്കെ ഉടലെടുത്തപ്പോൾ അപ്പോഴും അത് കൃത്യമായി അവ സംയോജിപ്പിച്ച് അക്കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇറാനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ 2015 കണ്ടതാണ്. അന്നും ഇതുപോലെ തന്നെ റിയാലിന് ഇത്രയധികം മൂല്യത്തകർച്ച ഉണ്ടായപ്പോഴും അതിൽ നിന്നൊക്കെ കരകയറി വീണ്ടും ഇറാൻ പഴയ രീതിയിലേക്ക്, പഴയ അവസ്ഥയിലേക്കൊക്കെ തിരിച്ചു വന്ന് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഈ പ്രക്ഷോഭം അത് വളരെ രൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഖമനേയി ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഇത് അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളും IRGC-യുടെയും ഒപ്പം തന്നെ സേനയുടെയും ഒക്കെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും കനത്ത ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. അതൊന്ന് ശമിപ്പിക്കാനോ അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു സമവായ തലത്തിലേക്ക് എത്തിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വശത്ത് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ 33 പ്രവിശ്യയിൽ 23 അതായത് 31 പ്രവിശ്യയിൽ 23 അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നു. സേനാ വിഭാഗങ്ങളും ഒപ്പം തന്നെ പ്രക്ഷോഭകാരികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിൽ കുർദിഷ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം 4 പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഈ പ്രക്ഷോഭകാരികളിൽ നിന്നുള്ളവർ തന്നെയാണ്. അങ്ങനെയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് കൂടി വന്നത്. ഇനി ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിൽ അവിടെ ഉണ്ടായാൽ, അതായത് ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം എന്നുള്ള രീതിയിലുള്ള ചില ഭീഷണിയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഏകോപനപരമായിട്ടുള്ള ചില ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും ആകുന്നില്ല എന്നുള്ളതാണ് ആശയക്കുഴപ്പമായി നിലനിൽക്കുന്നത്. അതാണ് സാഹചര്യം.